പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അത്ഭുത ദേവാലയ അൾത്താരയിലേക്ക്, ഈ അത്ഭുത യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വചന പ്രഘോഷണത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് നിങ്ങൾക്കൊരു വലിയ സന്തോഷം ലഭിക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. നിങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് മാറട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരിൽ നിന്നുള്ള ദുരാത്മാക്കളും ദുഷ്ട എനർജിയും നിങ്ങളെ തൊടാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്നേ ദിനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കട്ടെ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, മഴയും വെള്ളപ്പൊക്കങ്ങളിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പ്രത്യേകിച്ച് മഴക്കെടുതികളിലൂടെ, കഷ്ടതകളിലൂടെ എല്ലാം കടന്നു പോകുന്നവർക്ക് മാലാഖമാരുടെ സഹായം കിട്ടട്ടെ. അവർക്ക് ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടട്ടെ. നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ, നിരന്തരമായ വെള്ളം കയറ്റങ്ങളിലൂടെ, നിരന്തരമായ കടലാക്രമണങ്ങളിലൂടെ, നിരന്തരമായ വന്യമൃഗശല്യങ്ങളിലൂടെ, നിരന്തരമായ ശത്രുദോഷങ്ങളിലൂടെ, ഒരുപാട് വേദനകളും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കൾക്ക് ഇന്ന് വിടുതൽ കിട്ടട്ടെ. അവർ ഏതെങ്കിലും ഒരു വഴി അവർക്ക് തുറന്നു കിട്ടട്ടെ. സ്വർഗത്തിൻ്റെ വഴി അവർക്കായി തുറന്നു കിട്ടപ്പെടട്ടെ. മാലാഖമാര് അവരെ സഹായിക്കാനായി കടന്നു വരട്ടെ. നല്ല വ്യക്തികളെയെല്ലാം അവർക്കായി കർത്താവ് അയച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് കടബാധ്യതകളിൽ പെട്ട് നട്ടം തിരിയുന്നവര്, കണ്ണുനീരോടെ കടം തിരിച്ചടക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കൾക്ക് ഇന്നേ ദിനം അവരെ സഹായിക്കാനായി അനുഗ്രഹദായകൻ ഒരുപാട് മക്കളെ അയച്ചു കൊടുക്കട്ടെ. ആ കടബാധ്യതകളിൽ നിന്ന് അവർക്ക് ആശ്വാസം കിട്ടട്ടെ. സാമ്പത്തികമായ ബന്ധനങ്ങളിൽ നിന്ന് ഇന്നേ ദിനം വിടുതൽ കിട്ടട്ടെ. ആശ്വാസം കിട്ടുന്നൊരു വാക്കോ, ആശ്വാസം കിട്ടുന്നൊരു സാഹചര്യമോ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ. തൊഴിൽ മേഖലകളിൽ ഇന്ന് ഉയർച്ച ഉണ്ടാകട്ടെ. കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ കച്ചവടത്തിൽ ഒരു വലിയ ഉയർച്ചയും നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അമർന്നവർക്ക് ഒരു രൂപാന്തരീകരണം കിട്ടട്ടെ. രൂപാന്തരീകരണ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഏച്ചുകെട്ടലില്ലാത്ത, കൊഴിഞ്ഞു പോകാത്ത ഒരു രൂപാന്തരീകരണം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം വരട്ടെ. നിങ്ങളുടെ മുഖത്തിന് പ്രകാശം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ നല്ല പ്രകാശം ഉണ്ടാകട്ടെ. വീട്ടിലെ ഇരുളും അന്ധകാരങ്ങളും കലഹങ്ങളും നിരാശകളും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോകട്ടെ. വീട്ടിന് ഉയർച്ച ഉണ്ടാകട്ടെ. ആ പറമ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നും നിങ്ങളുടെ പറമ്പിലും വീട്ടിലും തൊഴിൽ മേഖലകളിലും വസ്തുവകളിലൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. അവിടെ കണ്ണുവെക്കലുകളോ അസൂയകളോ ശത്രുക്കളോ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളോ, ദുഷ്ടരൂപികളോ, ശത്രുക്കളോ നിങ്ങളെ തൊടാനായിട്ട് ഈ വചനത്തിലൂടെ വലിയ സംരക്ഷണം ലഭിക്കുകയും അവയ്ക്കൊന്നിനും നിങ്ങളെ തൊടാനായിട്ട് സാധിക്കില്ല. വീടുകളിൽ കേൾക്കുന്ന ശബ്ദങ്ങളും അസ്വസ്ഥതകളും ദുർഗന്ധങ്ങളും അസഹനീയമായ ചൂടും അസഹനീയമായ തണുപ്പും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈ ശരീരം ചുട്ടുപൊള്ളുന്ന പോലത്തെ അവസ്ഥകളും വാദത്തിൻ്റെ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ കിട്ടട്ടെ. ഒരാശ്വാസം കിട്ടട്ടെ. ഉയർത്താൻ പറ്റാത്ത കൈകൾ ഉയർത്താൻ സാധിക്കട്ടെ. ശരീരത്തിലെ പിടച്ചിലും വേദനകളും അകാരണ ഭയവും നെഞ്ചുവേദനയും ചൊറിഞ്ഞു തടിക്കലും വ്രണങ്ങളും മുടി കൊഴിച്ചിലും തലയിലിങ്ങനെ ചെറിയ വ്രണങ്ങൾ വരലും തലയിലിങ്ങനെ വട്ടത്തിൽ മുടി പോകുന്ന ആ പീഡകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ. PR വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വഴി തുറന്നു കിട്ടട്ടെ. വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നു. ഇപ്പോഴും ജോലിയുടെ കാര്യത്തിലോ വിസയുടെ കാര്യത്തിലോ PR കാര്യത്തിലോ ഒന്നുമാകാതെ വിദേശ രാജ്യങ്ങളിൽ വിഷമിക്കുന്ന
ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവർക്ക് ഇന്ന് ഒരു വാതിൽ തുറന്നു കിട്ടട്ടെ. ഒരു ആശ്വാസം അവരിലേക്ക് വരട്ടെ. കർത്താവിൻ്റെ ശക്തി വരട്ടെ. പുതിയൊരു വാതിൽ, ഒരു സഹായകൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനായി ഇന്ന് വരട്ടെ. കർത്താവേ, അവിടുന്ന് അത് ഏറ്റെടുക്കണമേ. ആ നൊമ്പരങ്ങൾ ഏറ്റെടുക്കണമേ. തളർച്ചയും ക്ഷീണവും ആകുലതകളും സംശയങ്ങളും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളും നെഞ്ചുവേദനകളും നെഞ്ചിലെ പെടപ്പും അതിനൊക്കെ ഒരു പരിഹാരമാകട്ടെ. കർത്താവ്, നീ ഏറ്റെടുക്കണമേ. പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവര്, പുതിയ തൊഴിൽ സംരംഭങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവര്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുകയും ഈശോ അത് ഏറ്റെടുക്കുകയും ഉചിതമായ വ്യക്തികളിലൂടെ ഉചിതമായ വഴികളിലൂടെ അവയെല്ലാം മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും ആകുലതകളും നിരാശകളും, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള നിരാശകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പെരുമാറ്റങ്ങൾ മൂലം വരുന്ന വേദനകളും നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ തിരുവചനമാണ്. യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും വ്യാധികളും തകർച്ചകളും ഇല്ലാതാക്കണമേ. ഈശോ, നിനക്കതിന് സാധിക്കും. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികളെ, നാരക ശക്തികളെ, ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവജനത്തിൽ നിന്ന് വിട്ടുപോകാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പര സ്തുതിക്കട്ടെ, 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 സ്തുതിക്കപ്പെട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ യേശുവെ നിന്റെ നാമത്താൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച് വിളിച്ച് യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, നെയ്യാറ്റിൻകരയിലെ വ്ളാത്താങ്കര കൺവെൻഷൻ നവംബർ 9 മുതൽ 13 വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങൾക്ക് നൽകിയാണ്. വേഗം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണം. കോഴിക്കോട് നവജ്യോതിസ് റിന്യൂവൽ സെന്ററിൽ വെച്ച്, കോഴിക്കോട് ടൗണിൽ തന്നെ അച്ഛൻ ഒരു 3 ദിവസത്തെ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ, ഡെലിവറൻസിന്റെ ശുശ്രൂഷ, അത് മാത്രമായിരിക്കും വിഷയം. നിങ്ങളിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യണം. 100 പേർക്ക് മാത്രമാണ് അവിടെ പങ്കെടുക്കാൻ സൗകര്യമുള്ളത്. ആയതിനാൽ വേഗം തന്നെ അവിടെ റൂമുകളോ വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത്
പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം, എന്നാലേ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സെപ്റ്റംബർ 18 വൈകുന്നേരം 3 മണി മുതൽ 21 തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് 1 മണി വരെയാണ് ആ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ തിങ്കളാഴ്ച ഉച്ചക്ക് 1 മണി വരെയാണ് ധ്യാനം. എല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് സീറ്റ് കരസ്ഥമാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.